അതിൻ്റേതായ ഫോക്കസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സംഭവം. അപ്പോൾ നമുക്ക് ഇത് റൂട്ടിൻ്റെ ആദ്യത്തെ വോൺ വോയിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് DJIയുടെ പോക്കറ്റ് 2 ആണ്. ഈ പോക്കറ്റ് 2ന് മുമ്പ് നമുക്ക് ഒരു പോക്കറ്റ് എന്ന് പറയുന്നൊരു വേർഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇതൊരു കോംബോ ക്രിയേറ്ററാണ്. ഇതിനുള്ളിൽ നമുക്ക് ഒരു 12 ആക്സസറീസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അധികം ആരും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ കവറൊക്കെ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് വലിച്ച് പൊളിച്ച് കളഞ്ഞ് ആ ഒരു പ്രൊഫഷണലിസം ഫീൽ ചെയ്യാനാട്ടാ. അതൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം, എങ്കിൽ കൂടി. അപ്പോൾ നമ്മളാദ്യം കവറ് പൊട്ടിച്ചു. ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിൽ ക്യാമറ കിട്ടും. പിന്നെ ഒരു ചെറിയൊരു ബോക്സും കൂടി ഉണ്ട്. ഇതെന്താണെന്നുള്ളത് തുറന്ന് നോക്കാം. പിന്നെ യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ അതിൻ്റെ മൈക്ക്, അതിൻ്റെ വൈഫൈയുടെ ഇതും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ. ഇതാണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്. കാണുമ്പോൾ ഒരു കുഞ്ഞൻ ക്യാമറയാണ്, പക്ഷെ നോക്കിയിട്ട് കാര്യമില്ല. 64 MP ആണ് ഇതിൻ്റെ പിക്സൽ റേഷ്യോ വരുന്നത്. അതുമാത്രമല്ല 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് നമുക്ക് ഇവനെ കൊണ്ട് ഷൂട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇതിൻ്റെ കേസ് ആട്ടോ. പിന്നെ വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കുറച്ച് ആക്സസറീസാണ്. അത് നമുക്ക് വരുന്നത് ഒരു 2 C പോർട്ട് സിംഗിൾ USB വരുന്ന ഒരു ചാർജിങ് കേബിളാണ്. അതിൽ 2 മൈക്കും ഒരു മൈക്കും നമ്മുടെ മെയിൻ ക്യാമറയും ഒരേ സമയം ചാർജ് കയറ്റാം. പിന്നെ വരുന്നത് ഒരു സ്ട്രിപ്പാണ്. പിന്നെ മോനെ ഇതൊക്കെ ഇതിൻ്റെ ആക്സസറീസൊക്കെ വളരെ ചെറുതാണ്, വളരെ കെയറായിട്ട് സൂക്ഷിക്കണം. പിന്നെ വരുന്നത് ഇതിൻ്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസാണ്. വൈഡ് ആംഗിൾ ലെൻസിൻ്റെ ഉപകാരങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഒന്നും കാണാനില്ലല്ലോ ദൈവമേ. ഇത് വളരെ ചെറുതായതുകൊണ്ട് സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം വളരെ കൂടുതലാണ്. പിന്നെ മൈക്കിൻ്റെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. ഇത് കോംബോ ക്രിയേറ്ററിൽ വരുന്നതാണ്, അല്ലാത്തതിൽ വരുന്നില്ല. പിന്നെ നമുക്ക് ഈ പോക്കറ്റ് 2 നമ്മുടെ ഫോണുമായി കണക്ട് ചെയ്യാനുള്ള ഒരു USB പോർട്ട് വരുന്നുണ്ട്. ഇനി ആൻഡ്രോയിഡ് അല്ല ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ഐഫോണിൻ്റെയും ഇതിലുണ്ടായിരുന്നല്ലോ, ഐഫോണിൻ്റെ ഇതും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതതിൻ്റെ ജോയ്സ്റ്റിക്കാണ്. സൂം ചെയ്യാനും നമ്മുടെ ഗിംബൽ ടിൽറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഉപകാരപ്പെടും. നമ്മളിത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ 2 കറക്കം കറങ്ങി വന്ന് നിൽക്കും. അപ്പോൾ നിങ്ങൾക്കിത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടല്ലേ, 1080p ഉണ്ട്, 4K ഉണ്ട്, 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ഉണ്ട്. ആ ഒരു റെസൊല്യൂഷനിൽ വരെ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാം. ഇനി അതുമാത്രമല്ല, ഇതിൽ ടെക്നോളജീസ് ഒരുപാടുണ്ട്. ഈ സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് അഴിച്ചെടുത്തിട്ട് നമ്മൾക്ക് ഇതിൻ്റെ വൈഫൈയുടെ മൊഡ്യൂളാണ്. ഡു ഓൾ ഹീറ്റ് ഹാൻഡിൽ എന്നാണ് അവർ പറയുന്നത്. ജസ്റ്റ് ഇതിലൊന്ന് അസംബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യുന്ന വിഷ്വൽസ് എല്ലാം ഫോണിൽ ലൈവായിട്ട് നമുക്ക് കാണാം. അത് എവിടെ ഇരുന്നും കാണാം കേട്ടോ, ഓൾ വേൾഡ് എവിടെ ഇരുന്ന് നമുക്ക് കാണാം. പിന്നത്തെ കേസ് വരുന്നത് ഇതിൻ്റെ വയർലെസ് മൈക്കാണ്. സാധാരണ നമുക്ക് വയർലെസ് മൈക്ക് വരുന്നുണ്ടായിരുന്നില്ല പോക്കറ്റ് 1, പക്ഷെ പോക്കറ്റ് 2 വരുന്നുണ്ട്. അതിനുള്ള ചാർജും ഉണ്ട്. അപ്പോൾ അതും പറയാം. മൈക്ക് നമുക്ക് ഈ ഒരു സെറ്റപ്പിലാണ് വരുന്നത്. അപ്പോൾ ഇതുമായി പിന്നെ ഇത് ഒരു മൗണ്ട്, അത് ട്രൈപോഡ് കണക്ട് ചെയ്യാനുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ബോക്സുകളൊക്കെ ഒരു സൈഡിലോട്ട് പോട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ.
അപ്പോൾ ഇത് നമുക്ക് 2 തരത്തിൽ നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 1 മാസം നമുക്ക് ഈ സാധനം പെട്ടെന്ന് കണ്ണി പിടിക്കത്തില്ല, കണ്ടോ, വളരെ ചെറുതായ കാരണം നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഈ ജസ്റ്റ് ഈ കേബിളൊന്ന് എടുത്തിട്ട് നമ്മുടെ ഫോൺ ഏതാണോ ആ ഫോണിൻ്റെ അഡാപ്റ്റർ ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോൺ ഇവിടെ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ DJ Mimo ആപ്പ് എന്നൊരു ആപ്പുണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കാണുന്ന സ്ക്രീൻ മൊബൈലിൽ അത്രയും വലിയ സ്ക്രീനായിട്ട് കാണും. പിന്നെ വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ ഇതിലോട്ട് മൗണ്ട് ചെയ്ത് ഇവിടെ ഫോണും വെച്ച് നൈസായിട്ട് നമുക്ക് ഇങ്ങനെ വ്ളോഗ് ചെയ്യാം. അത് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഇതിൽ ഫുൾ ചാർജ് നമ്മൾ ബാറ്ററി ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം വരുന്നത് ഒരു 75 മിനിറ്റ്സൊക്കെയാണ്. ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂർ പോട്ടെ, 2 മണിക്കൂർ ഓടും, 2 മണിക്കൂർ ഓടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യാന്നുണ്ടെങ്കിൽ കയ്യിലൊരു പവർ ബാങ്ക് ഉണ്ടായാൽ മതി. ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ബാങ്ക് ഇടുക, ചാർജ് ചെയ്യുക, പോവുക. പിന്നെ ഇതിൻ്റെ സൈസ് അറിയാമല്ലോ, വളരെ കോമ്പാക്ട്. എൻ്റെ ഒരു 2 വിരലിൻ്റെ സൈസിലാണ് ഈ സാധനം ഇരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴുള്ള ഒരു സംഭവം നോക്കിയിട്ട് കാര്യമില്ല. പുള്ളിക്കാരൻ 64 മെഗാ പിക്സലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കഴിവും കപ്പാസിറ്റിയും ഉണ്ട്. ഇതിൽ ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. കാരണം ഹൈപ്പർ ലാപ്സ്, മോഷൻ ലാപ്സ്, ടൈം ലാപ്സ്, ഫേസ് ട്രാക്കിങ്, വൈഫൈ, വയർലെസ് മൈക്ക്, ഈ ജോയ്സ്റ്റിക്ക്, ഒരു യൂട്യൂബറിന് എന്തൊക്കെ വേണോ അത് എല്ലാം നിങ്ങൾക്ക് ഇതിൽ ക്രിയേറ്റർ കോമ്പോയിൽ കിട്ടും. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുട്ടേജസ് കവർ ചെയ്ത് നല്ല രീതിയിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ വേറെ അഡീഷണലായിട്ട് മേടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അതിപ്പോൾ എല്ലാ ക്യാമറയ്ക്കും ഉള്ളതാണ്, എക്സ്ട്രാ ലെൻസസ് നമുക്ക് അഡീഷണലായിട്ട് ചിലപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇതൊരു വൈഡ് ആംഗിൾ ലെൻസാണ്. ഈ വൈഡ് ആംഗിൾ ലെൻസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം വൈഡ് ആംഗിളിലുള്ള വിഷ്വൽസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനെല്ലാം പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലെൻസ് അല്ലെങ്കിൽ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കേണ്ടി വരും. ND8, ND4, ND16, ND32 അല്ലെങ്കിൽ NDയുടെ പോളാർ, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സിനിമാറ്റിക് വീഡിയോസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ക്യാമറ വെച്ച് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊരു വ്ളോഗിങ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് മതി. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സിനിമാറ്റിക് ഫുട്ടേജസ് കവർ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ ക്യാമറ എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ലെൻസുകളെല്ലാം ആവശ്യം വരും. ഒരുപാട് ഫങ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഗിംബൽ തന്നെ നമുക്ക് FPV മോഡ്, അത് ഓരോരോ മോഡും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫോളോ മോഡ്, നമ്മൾ പറയുന്നിടത്തേക്ക് അവൻ തിരിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വരുന്നത് ടിൽറ്റ് ലോക്കിൽ ഞാൻ ലോക്ക് ചെയ്തിട്ട് ഞാൻ കാണാം എങ്ങനെ ആക്കിയാലും അത് ആ ഒരു ഫ്രെയിം വിട്ടിട്ട് ഒരു കളിയില്ല ചെക്കൻ. പക്ഷേ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു നമ്മൾക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്താണ്. അപ്പോൾ നമ്മൾ ഇത് ആക്കുന്നതിനനുസരിച്ച് അവൻ ക്യാമറ പൊങ്ങും വരും, അതൊക്കെ ഉണ്ട്. അതൊക്കെ പെർഫോമൻസ് വളരെ ആണ്. ഇതൊരു 1 ഇഞ്ച് ടച്ച് സ്ക്രീനാണ്. 180 ഡിഗ്രിയിലുള്ള പനോരമ ഫോട്ടോസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഫോട്ടോസ് 64 മെഗാ പിക്സൽ കപ്പാസിറ്റിയിൽ അത്ര ഹൈ റെസൊല്യൂഷനിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ 4K വരെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ 4Kയിൽ നമ്മൾ ഫുട്ടേജസ് എടുക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം, ഞാനിപ്പോൾ 1 മാസമായിട്ട് ഉപയോഗിക്കുന്നു, എൻ്റെ ഒരു അനുഭവം ഒരു 20 മിനിറ്റ്സിന് മുകളിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിറ്റിൽ ബിറ്റ് ഹീറ്റ് ആവുന്നുണ്ട്. ലിറ്റിൽ ബിറ്റ് അല്ല, ഒരു 40% എന്നുള്ള നമുക്ക് ഹീറ്റ് ആവുന്നുണ്ട്. ബാറ്ററിയും അത്യാവശ്യം ഒന്ന് വലിക്കുന്നുണ്ട്. 2 മണിക്കൂർ നമ്മൾ 1080യിൽ ഷൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആകുമ്പോൾ ഒരു 1.5 മണിക്കൂർ വരെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. HDR വീഡിയോ വരുന്നുണ്ട്. സ്ലോ മോഷൻ ഒരു രക്ഷയില്ല. ഞാൻ സാമ്പിൾസ് കാണിക്കാം. പിന്നെ ടൈം ലാപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഷൻ ലാപ്പ്, ഹൈപ്പർ ലാപ്പ്, പിന്നെ ടൈം ലാപ്സ്, അങ്ങനെ 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഹൈപ്പർ ലാപ്സ് നമുക്ക് ഫേസ് ട്രാക്ക് ചെയ്ത് ചെയ്യാം, ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്ത് ചെയ്യാം. അതനുസരിച്ച് ഗിംബൽ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങോട്ട് വേണോ അത് അങ്ങോട്ട് മൂവ് ചെയ്തോളും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും വരുന്നത്. പിന്നെ നമുക്ക് വയർലെസ് ആയിട്ട് ഈ ഒരു ഓൾ ഇൻ ഡു ഇറ്റ് എന്നുള്ള ഈ ഒരു മൊഡ്യൂള് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഫോൺ വഴി പെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വയർലെസ് ആയിട്ട് മൈക്ക് ഉപയോഗിക്കാം. സാധാരണ ഒരു ബിഗിനർ വ്ളോഗർ ആണെന്നുണ്ടെങ്കിൽ ഇത് ധാരാളമാണ്. കാരണം ഇതിൽ നമുക്ക് എല്ലാ ഐറ്റംസും നമുക്കിതിൽ കവറായി. പിന്നെ നമ്മൾ അഡീഷണലായിട്ട് മേടിക്കേണ്ട ഒരു സാധനമാണ് ഇതിൻ്റെ ഫിൽറ്ററുകളും ലെൻസുകളില്ലാണ്ട് നമുക്ക് ഒരിക്കലും ഔട്ട്ഡോർ ഷൂട്ടിങ് പോസിബിൾ അല്ല. ഫുട്ടേജസും കാര്യങ്ങളൊന്നും രക്ഷയില്ല.
നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ. വ്ളോഗല്ല, ഈ സാധനം വെച്ചിട്ട് സിനിമ വരെ പിടിക്കാം. ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞ് അത്യാവശ്യം പ്രീമിയർ പ്രോയിലും എന്തെങ്കിലും കലാവിരുദ്ധൊക്കെ കാണിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിം പിടിക്കാം, ഒരു സംശയവും വേണ്ട. പിന്നെ ഇതിൻ്റെ കൊണ്ട് നടക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ കടുകുമണി പോലത്തെ ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. പോയി കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിന് എവിടെ ഈ ഒരു അഡാപ്റ്ററിന് അവരുടെ സൈറ്റിലെ വില ഏകദേശം 3000 to 4000 രൂപയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ്ലിയാണ് ഐറ്റംസൊക്കെ. ജോസ്റ്റിക്കും സെപ്പറേറ്റ് മേടിക്കുമ്പോൾ നല്ല പൈസയാണ്. അപ്പോൾ കോംബോ ക്രിയേറ്റർ ആയിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഉപകാരപ്പെടുക. കാരണം കോംബോ ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വക ഐറ്റംസൊക്കെ കിട്ടും. ഇതിന് ഇന്ത്യക്ക് പുറത്ത് 2 വർഷം വാറണ്ടി വരുന്നുണ്ട്, പക്ഷേ ഇന്ത്യയിൽ ഇത് 1 വർഷമേ വാറണ്ടി വരുന്നുള്ളൂ. അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഇത് DJ-യുടെ മുതലാളിയോട് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു, ആണ് സംഭവം എന്നറിയില്ല. അപ്പോൾ നിങ്ങളൊരു വ്ളോഗ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണ്, അല്ലെങ്കിൽ മൈക്ക് കണക്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഓൺ വോയിസ് ഓഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി സാധനം മേടിക്കാം.